അതുപോലെ ഞാൻ ലാസ്റ്റ് ചേച്ചി കണ്ട സമയത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇനി ഒരു വിവാഹം കഴിക്കുവാണെങ്കിൽ സുധി എന്നുള്ള പേര് മാറ്റുമോ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചി അതിന് വ്യക്തമായുള്ള ആൻസറും പറഞ്ഞു. പക്ഷെ അതിനുശേഷം ആ ക്വസ്റ്റ്യനുള്ള വീഡിയോ വെച്ചിട്ട് പലരും പല രീതിയിൽ ട്രോൾ ചെയ്തു. ചേച്ചിയുടെ കുറച്ച് നാളുകൾക്ക് മുമ്പുള്ള ഒരു ഇൻ്റർവ്യൂവിനകത്ത് ചേച്ചി പറഞ്ഞാൽ ഒരിക്കലും ഞാൻ വേറെ വിവാഹം കഴിക്കില്ല, മരണം വരെയും എൻ്റെ കൂടെ എപ്പോഴും സുധിച്ചേട്ടനുണ്ടാവും എന്ന്. അതിൻ്റെ ഇടയിലും വന്നൊരു കമൻറ്റാണ്, ഈ സുധി എന്ന് പറഞ്ഞത് ഒരു ബ്രാൻഡാക്കിയിട്ട് അതൊരു പബ്ലിസിറ്റി ആക്കി രേണുവിന് പൈസ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു മാർഗം മാത്രമാണ് സുധി എന്ന് പറഞ്ഞിട്ട് കുറേയേറെ കമൻറ്റുകളും കുറേ അല്ല, ഈ സുധി എന്നുള്ള പേരിനെ വെച്ചിട്ട് ചേച്ചി സിമ്പതി പറ്റി. ഞാൻ ചോദിക്കട്ടെ, സുധി എന്നുള്ള പേര് സിമ്പതി പറ്റിക്കുന്നതല്ല. സുധി എന്നുള്ള പേര് ഞാൻ ഇന്ന് ഉപയോഗിക്കുന്നത് എൻ്റെ ഭർത്താവായുണ്ട്. എൻ്റെ കൂടെ സുധി എന്നുള്ള പേരുണ്ട്, കാരണം രേണു സുധിയുടെ ഭാര്യയാണ് ഞാൻ. അതുകൊണ്ട് ആ പേര് പറയാനല്ലേ പറ്റത്തുള്ളൂ. ഈ പറയുന്നവൻ്റെ തന്തയുടെ ഈ പറയുന്നവരുടെ കെട്ടിയവൻ്റെ പേരല്ലല്ലോ എനിക്ക് പറയേണ്ടത്, ആണോ? അപ്പോൾ സുധി എന്നുള്ള പേര് എനിക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ. അത് ബ്രാൻഡ് ആക്കാതിരിക്കുമോ, അത് കാണുന്നവരുടെ കണ്ണിലെ കുരുവാണ്. അതേ എനിക്ക് പറയാൻ മനസ്സിലായോ? കാണുന്നവൻ്റെ കണ്ണുപോലെ ഇരിക്കും. ഞങ്ങളുടെ ബിഗ് ബോസിനകത്ത് എഴുതി വെച്ചേക്കുന്ന ഒരു വാചകം ഞാൻ ഇപ്പോഴാണ് ഓർക്കുന്നത്, കാണുന്നവൻ്റെ കണ്ണിലാണ് സൗന്ദര്യം.